കോർണർ ഫുട്ബോളിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ട്രാൻസ്ഫർ കഥ തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഇതിനു മുമ്പത്തെ സീസണൊന്നും കാണാത്ത കേട്ടിട്ടില്ലാത്ത ഒരു ട്രാൻസ്ഫർ വിൻഡോയാണ് കടന്നു പോകുന്നത്. തികച്ചും ഒരു ക്രേസി ട്രാൻസ്ഫർ വിൻഡോ. നമുക്കാദ്യം യുണൈറ്റഡിന്റെ കഥകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ബെഞ്ചമിൻ ഷെഷ്കോ ഫൈനലി ഇരു ടീമുകളും ആ ഒരു ഫീ എഗ്രി ചെയ്തിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലൈപ്സിഗും ഒരു 85 മില്യൺസിന്റെ ആ ഒരു പാക്കേജിന്റെ ഒരു ഡീല് എഗ്രി ചെയ്തിരിക്കുകയാണ്. അപ്പം 76.5 മില്യൺസിന്റെ ഗ്യാരണ്ടി പ്രൈസും 8.5 മില്യൺസിന്റെ ആഡ് ഓൺസ് ഉൾപ്പെടെയാണ് ആ ഒരു പാക്കേജ് വരുന്നത്. അപ്പോൾ ഒരു ഫുൾ എമൗണ്ട് കൊടുക്കാൻ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം കൊണ്ട്, കാരണം ബെഞ്ചമിൻ ഷെഷ്കോയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ സാധ്യതയില്ല. എനിക്കും അത് അറിയില്ലായിരുന്നു. കാരണം അദ്ദേഹം ആ ഒരു ഡീലിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഏജന്റിന്റെ കമ്മീഷൻ വരെ കുറച്ചുകൊണ്ടാണ് ആ ഒരു ഡീലിന് സമ്മതിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാലറി ഉണ്ടല്ലോ, ന്യൂകാസിൽ യുണൈറ്റഡ് ഒരു ഓഫർ ചെയ്ത ഒരു സാലറി ഉണ്ട്, അതിനേക്കാട്ടിയും റെഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സാലറിയാണ് അദ്ദേഹം ഇനി യുണൈറ്റഡിൽ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുള്ള ഒരു സ്നേഹം. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത കൂടെ നമ്മൾ കേൾക്കണം. കഴിഞ്ഞ ദിവസമാണ് ആ ഒരു ഡീല്, ആ ഒരു ഫീ അംഗീകരിച്ചത്. ആ ഒരു സമയം തന്നെ അദ്ദേഹം ജർമ്മനി വിട്ടു മാഞ്ചസ്റ്ററിലേക്ക് പറന്നു. കാരണം ഇന്ന് വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ മെഡിക്കലും കഴിയും. അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പുതിയൊരു താരമായി മാറുകയും ചെയ്യും. ഒട്ടും സമയം ഇന്നലെ അദ്ദേഹം കളഞ്ഞില്ല. അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തികച്ചും ഹാപ്പി അല്ലേ? നിങ്ങൾ ആരാധകർ ഉദ്ദേശിച്ചും കാട്ടി നല്ല സൈനിങ്ങളാണ് നിങ്ങളുടെ മാനേജ്മെന്റ് ഓൾറെഡി ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള സൈനിങ്. ഓൾറെഡി തന്നെ മാത്യൂസ് കൂനയും അതുപോലെ തന്നെ ബ്രയാൻ എംബൂമയും സൈൻ ചെയ്തു. ഇപ്പൊ ഇതാ ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ബെഞ്ചമിൻ ഷെഷ്കോനെ കൂടെ യുണൈറ്റഡിന്റെ ചെകുത്താൻ മഴയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലേ? ഇനി നിങ്ങൾക്ക് വേണ്ട 2 സൈന്യങ്ങൾ, ഒന്ന് ഒരു മിഡ്ഫീൽഡറും ഒരു ഗോൾ കീപ്പറുമാണ് ഇനിയും ആമറിമിന്റെ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഉള്ളത്. അത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും കേട്ടൊരു പേരാണ് കാർലസ് ബലേബ. ബ്രൈറ്റന്റെ 21 വയസ്സുള്ള കാമറൂൺ ഇന്റർനാഷണൽ. സത്യം പറയല്ലോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പേര് കിട്ടിയത്? ആരും നോട്ടമിടാത്ത ഒരു താരം നിങ്ങൾ നോട്ടം ഇട്ടു. കാരണം കഴിഞ്ഞ സീസണിലെ പ്രീമിയർ ലീഗ് സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാളാണ് കാർലസ് ബലേബ. അദ്ദേഹത്തിന്റെ പൊക്കവും അതിനകത്ത് ഫിസിക്കൽ സ്ട്രെങ്തും കൊണ്ട് ആ ഒരു സ്ട്രോങ് ലെഫ്റ്റ് ഫുട്ട് എന്ന് വേണം പറയാൻ. നല്ലൊരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറാണ്. അതുപോലെ തന്നെ നല്ലൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും കൂടെ കളിക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ ടാലന്റ് എന്ന് വേണം പറയാൻ. മോയിസ് കൈസിയുടെ ഒക്കെ കഴിഞ്ഞ ബ്രൈറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, അതിനെക്കാട്ടി ഒരു ഇരട്ടി എന്ന് വേണം ബലേബനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരിക. കാരണം അമ്മാതിരി ടാലന്റ് ആണ് പുള്ളി. കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിലെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ഡുവോളും ഏറ്റവും കൂടുതൽ ഏരിയൽ ഡുവോളും വിൻ ചെയ്ത ഒരു മിഡ്ഫീൽഡർ ഉണ്ടെങ്കിൽ, അത് യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ഉണ്ടെങ്കിൽ അത് കാർലസ് ബലേബ തന്നെയാണ്. അപ്പം വാർത്ത അനുസരിച്ച് കേൾക്കുന്നത് എന്ന് വെച്ചാൽ ഇന്റേണലായിട്ട് ബലേബയ്ക്ക് ചെകുത്താൻ കോട്ടയിലിട്ട് വരാൻ തന്നെയാണ് താല്പര്യം, ആഗ്രഹവും. പക്ഷേ വിലങ്ങ് തട്ടി അത് ബ്രൈറ്റൺ തന്നെയാണ്. ബ്രൈറ്റൺ ഈ ഒരു സമ്മറിൽ ബലേബനെ വിൽക്കാൻ താല്പര്യമില്ല, സമ്മതമില്ല. പക്ഷേ ബലേബയ്ക്ക് ചെകുത്താൻ കോട്ടയിൽ വരണമെന്നാണ് ആഗ്രഹം. പക്ഷെ വേറൊരു കാര്യം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്കെച്ച് ചെയ്തു, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോട്ടമിട്ടു. ഫാബ്രിസോ റൊമാനി ഒരു കോട്ടിലൂടെ പറയുന്നുണ്ട്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞ ഒരു കോട്ടിലൂടെ പറയുന്നത്. അത് തന്നെയാണ് ബ്രൈറ്റന്റെ പേടി. കാരണം ഇനി എങ്ങാനും ബലേബ ആ ഒരു വാശി പിടിക്കുകയാണെങ്കിൽ എന്തായാലും ബലേബനെ പിടിച്ചു വയ്ക്കാൻ എന്തായാലും ബ്രൈറ്റൻ കൊണ്ട് സാധിക്കില്ല. അഥവാ ഒരു ഡീല് നടക്കുകയാണെങ്കിൽ നല്ലൊരു തുക നൽകേണ്ടി വരും. 50 മില്യനാണ് ഓൾറെഡി ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രൈസ് വരുന്നത്. പക്ഷെ എന്തായാലും ഒരു 70 മില്യന് മേൽ, ഒരു 60 മില്യന് മേൽ എന്തായാലും ഒരു ഡീല് പോകാൻ സാധ്യതയുണ്ട്. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ആ ഒരു പയ്യന്റെ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള സ്കില്ലും ആ ഒരു ഫിസിക്കലും സ്ട്രോങ് ആയിട്ടുള്ള ആ ലെഫ്റ്റ് ഫുട്ടൊക്കെ. അപ്പൊ അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വരികയാണെങ്കിൽ ഒരു ഡ്രീം 11 തന്നെ വേണം പറയാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ ആഗ്രഹിച്ച ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത സീസൺ. കാരണം ബ്രയാൻ എംബൂമോ, മാത്യൂസ് കൂന, ബെഞ്ചമിൻ ഷെഷ്കോ, ബ്രൂണോ ഫെർണാണ്ടസ്, കാർലസ് ബലേബ, ഡോർഗു അല്ലെങ്കിൽ അഹമ്മദ് ദിയാൽ അടങ്ങുന്ന ആ ഒരു മിഡ്ഫീൽഡിനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ. അപ്പോൾ ഹാപ്പി ഇല്ലേ? ഡബിൾ ഹാപ്പി ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു പൊസിഷൻ നിങ്ങൾക്ക് വേണ്ടത് ഗോളി. എന്തായാലും ആമറമിന് ഒരു ഗോളി കൂടെ വേണം. നിലവിൽ ആൻഡ്രോപ്പിന്റെ ലാമൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കൽപ്പിക്കുന്ന താരം. മറ്റൊന്ന് എമിലിയാനോ മാർട്ടിനസ് നേരത്തെ പോയി, പക്ഷെ ആ ഡീല് നടന്നില്ല. ഇപ്പൊ ഡൊണ്ണുറാമ ഇപ്പം PSG മായിട്ടുള്ള കരാർ പുതുക്കാൻ വേണ്ടി വിസമ്മതിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം അദ്ദേഹത്തിന്റെ കരാർ 2026 വരെയാണ് അവർ കരാർ ഉള്ളത്. പക്ഷെ PSG ഒരു പുതിയൊരു കരാർ നൽകിയിട്ടുണ്ട്. അത് കരാർ പുതുക്കാൻ അദ്ദേഹം വിസമ്മതിച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ ഒരു സമ്മർ സൈൻ ചെയ്യുകയാണെങ്കിൽ 30 മില്യനൊക്കെ കൊടുക്കേണ്ടി വരും പുള്ളിക്ക്. കാരണം കഴിഞ്ഞ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സിൽ ഒരാളാണ് അദ്ദേഹം.
ഇതേപോലെ ബാലൻഡിയറിന് ഇപ്പം നോമിനേറ്റ് ചെയ്ത ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ ഡൊണൂറമയും കൂടെ വരികയാണെങ്കിൽ നിങ്ങൾ ആ ഗോൾ കീപ്പർ ആ ഒരു ഇതും കൂടെ സ്ട്രോങ് ആവും. അപ്പൊ മൊത്തത്തിൽ ഒരു സ്ട്രോങ് സ്ക്വാഡ് തന്നെയായിരിക്കും യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. നിങ്ങൾ ക്ലബ്ബ്, നിങ്ങളുടെ മാനേജ്മെന്റ് നിങ്ങൾ ഉദ്ദേശിക്കാണ്ടി നല്ല സൈനികളാണ് നടത്താൻ വേണ്ടി പോകുന്നത്, നടത്തിയതും. ഇനി ഞങ്ങളുടെ ലിവർപൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലിവർപൂൾ ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ, ഓൾറെഡി സൂപ്പർ ഹാപ്പിയാണ്. കാരണം നല്ല സൈനികൾ നടന്നിട്ടുണ്ട്, നല്ല സെയിലുകളും ഇതിൽ നടന്നു പോയിട്ടുണ്ട്, നല്ല സെയിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഓൾറെഡി തന്നെ ലൂയിസ് ഡിയാസ് 75 മില്യൺ സെയിൽ ചെയ്തിട്ടുണ്ട്. ജാറൽ കോൺസ പോയി, ട്രെന്റ് അലക്സാണ്ടർ വക ഒരു 10 മില്യൺ കിട്ടി, ടൈലർ മോർട്ടൺ വക ഒരു 15 മില്യൺ കിട്ടി. നിലവിൽ ന്യൂനസ്, കഴിഞ്ഞ ദിവസമാണ് ന്യൂനസ് ടാറ്റ ബൈ ബൈ, ലിവർപൂളിന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയത്. സത്യം പറയല്ലോ, പേഴ്സണലി എനിക്കൊരു വിഷമമുണ്ട്. കാരണം ഒരുപാട് പൊട്ടൻഷ്യൽ കണ്ട ഒരു താരം കൂടിയാണ് ന്യൂനസ്. കാരണം യൂഗൻ ക്ലോപ്പ് സൈൻ ചെയ്ത ഒരു താരം. അപ്പൊ ആ താരം ലിവർപൂൾ വിട്ട് പോകുന്ന പറഞ്ഞാൽ ഒരു ചെറിയൊരു സങ്കടം ഉള്ളിലുണ്ട്. അപ്പൊ അവിടെ പോയെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് തെളിയിക്കട്ടെ. 53 മില്യൺസിന്റെ ഒരു ഫിക്സഡ് ഫീക്കാണ് അൽ ഹിലാൽ സൈൻ ചെയ്യുന്നത്. വേരിയബിൾസും ആഡ് ഓൺസും വരാം. ഏകദേശം എനിക്ക് തോന്നുന്നു ടോട്ടൽ പാക്കേജ് ഒരു 65 മില്യൺ ഒക്കെ വരാം. അങ്ങനെയാണെങ്കിൽ ലൂയിസ് ഡിയാസും ന്യൂനസും കൂടി ചേർന്ന് ഒരു 140 മില്യൺ ഓൾറെഡി സമാഹരിക്കാൻ ലിവർപൂൾ കൊണ്ട് സാധിച്ചു. നല്ലൊരു സെയിൽ, സത്യം പറയുന്നത് സമ്മർ നല്ലൊരു സെയിൽ തന്നെയാണ് ലിവർപൂൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിലവിൽ നോക്കുകയാണെങ്കിൽ ഹാർവി ഏലിയറ്റ്, ഇതേപോലെ ലൈപ്സിങ് രണ്ടും കൽപ്പിച്ചാണ്. ഹാർവി ഏലിയറ്റ്സിനും ഇതേപോലെ ലിവർപൂൾ തുടരണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്ലേയിങ് ടൈം കിട്ടാനും അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഹാർവി ഏലിയറ്റിനെ സെയിൽ ചെയ്യാനാണ് സാധ്യത. ഇതേപോലെ ലൈപ്സിങ്ങിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഷെഷ്ക വകെ നല്ലൊരു എമൗണ്ട് റൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാവി സിമൺസ്. ഇനിയിപ്പം ലൈപ്സിങ്ങിന് വേണ്ടി അദ്ദേഹം കളിക്കില്ല, ചെൽസിക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം കളിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു താരത്തിനെ കൊണ്ടുവരേണ്ട ബാധ്യതയും അവർക്കുണ്ട്. അപ്പൊ ഹാർവി ഏലിയറ്റാണ് അവരുടെ മെയിൻ പ്രയോറിറ്റി വരുന്നത്. 30 മില്യൺസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ 30 മില്യൺസിനൊക്കെ സൈൻ ചെയ്യാൻ ലിവർപൂൾ ചിലപ്പോൾ അധികവും, ചിലപ്പോൾ 40 മില്യൺ 50 മില്യൺ വരെ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഹാർവി ഏലിയറ്റും ഒരു ചെറിയൊരു മീനല്ല, നല്ലൊരു ടാലന്റ് തന്നെയാണ് ഹാർവി ഏലിയറ്റും. അങ്ങനെ വരികയാണെങ്കിൽ ലിവർപൂളിനെ അപേക്ഷിച്ച് നോക്കണം നല്ലൊരു സെയിൽ തന്നെയായിരിക്കും അതുവഴി വരാൻ സാധ്യത. അപ്പൊ അതുവഴി എന്തായാലും ലിവർപൂൾ ഒരു വിങ്ങറിനെയും ഒരു സ്ട്രൈക്കറെ എന്തായാലും കൊണ്ടുവരും. അത് തന്നെയാണ് ലിവർപൂളിന്റെ പ്രയോറിറ്റി. അതുപോലെ തന്നെ ഒരു CB. ഇപ്പൊ ഫസ്റ്റ് ചോയ്സ് അത് അലക്സാണ്ടർ ഇസാക്കിനെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു പേരും കൂടെ കേട്ടു, ബ്രാഡ്ലി ബാർക്കോള. ആ ഒരു ഡീല് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ലിവർപൂളിന്റെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് അദ്ദേഹത്തിന്റെ പേര് വച്ചിട്ടുള്ളത്. PSG വിൽക്കാൻ താല്പര്യമില്ല, ലൂച്ചയ്ക്കും വിൽക്കാൻ താല്പര്യമില്ല. PSG ഇപ്പൊ പുതിയൊരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പുതിയൊരു കോൺട്രാക്ട് വെക്കാൻ പോകുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പൊ അത് എത്രമാത്രം ഒഫീഷ്യലായിട്ട് ആകുമെന്ന് അറിയില്ല. ലിവർപൂൾ ഒഫീഷ്യലായിട്ട് കോൺട്രാക്ട് ചെയ്തിട്ടില്ല. ലിവർപൂളിന്റെ ഫസ്റ്റ് ചോയ്സ് അത് അലക്സാണ്ടർ ഇസാക്ക് തന്നെയാണ്. അപ്പൊ 2-3 ദിവസം നമ്മൾ കേട്ടെന്ന് വെച്ചാൽ ഇസാക്ക് ഇതേപോലെ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ആ ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ്ങുമായി ചേർന്നെന്ന് നമ്മൾ കേട്ടു. പക്ഷെ കഴിഞ്ഞ ദിവസം ന്യൂകാസിൽ യുണൈറ്റഡ് തന്നെ അലക്സാണ്ടർ ഇസാക്കിനെ സെപ്പറേറ്റ് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞതായിട്ട് വാർത്തകൾ കേട്ടു. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വീണ്ടും ലിവർപൂളുമായിട്ട് ഒരു ലിങ്ക് ചെയ്യാൻ, ഒരു ട്രാൻസ്ഫർ സ്പെക്കുലേഷൻ ഒരുപാട് കേൾക്കാൻ വീണ്ടും കാരണമായത്. പക്ഷെ ലിവർപൂൾ രണ്ടാമതൊരു ഓഫറും നൽകിയിട്ടില്ല. കാരണം ന്യൂകാസിൽ യുണൈറ്റഡിന്റെ സ്റ്റാൻസ് അറിയണ്ടേ. കാരണം നിങ്ങൾ വന്ന് കൊണ്ടുപോയിക്കുക, വിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ലിവർപൂൾ ഒരു ഓഫർ ചെയ്യാൻ സാധ്യതയുള്ളൂ. കാരണം 150 മില്യൺ വരെ കൊടുക്കാൻ ലിവർപൂൾ തയ്യാറാണ്. ഫസ്റ്റ് പ്രയോറിറ്റി അത് അലക്സാണ്ടർ ഇസാക്കിന് തന്നെയാണെന്ന് ലിവർപൂൾ അടിവരെ ഇട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡീൽ തന്നെ ഫസ്റ്റ് നടക്കാൻ സാധ്യത. പിന്നെ അതിനുശേഷം ഒരു CBക്ക് നമ്മൾ കുറെ ദിവസം കേട്ട പേരാണ് ഗേഹിയുടെ പേര്. അൺഒഫീഷ്യലായിട്ട് 2 ഓഫറൊക്കെ കൊടുത്തായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്, ഒഫീഷ്യൽ അല്ല. പിന്നെ ഒരു കേൾക്കുന്ന പേരാണ് പാർമയുടെ ഡിഫൻഡർ, യങ്ങസ്റ്റ് ആയിട്ടുള്ള ഡിഫൻഡർ ജിയോവാനി ലിയോണി എന്ന് പറയുന്ന ഒരു യങ്ങസ്റ്റ് ഡിഫൻഡർ. ആ ഒരു പേര് സെക്കൻഡ് ഓപ്ഷനാണ് ലിവർപൂളിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ എത്രമാത്രം അത് സത്യമാവുന്ന വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. ഇപ്പം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇസാക്കിന് തന്നെയാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഡബിൾ ഹാപ്പിയാണ്. കാരണം നല്ല സെയിലിംഗും നടക്കുന്നുണ്ട്, നല്ല സൈനിങ്ങും നടക്കുന്നുണ്ട്. കാരണം ഓൾറെഡി നല്ല സെയിലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങൾ അറിയാൻ പറ്റും ആരൊക്കെ വരുമെന്ന്. ഇനി മറ്റ് ട്രാൻസ്ഫർ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഒന്ന് ജാക്ക് ഗ്രീലിഷ് ഇതേപോലെ എവർട്ടനുമായിട്ട് അടുക്കുകയാണ്. 1 വർഷത്തെ ലോൺ ഡീലിന് ഗ്രീലിഷ് സമ്മതം മൂളിയിട്ടുണ്ട്. കാരണം അതേ ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം ഏകദേശം ഒരു ഒതുക്കി വെച്ച പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. കാരണം അദ്ദേഹം ആസ്റ്റൺ വില്ലയിൽ നിന്ന സമയത്ത് ഒരു ക്വാളിറ്റിയുള്ള ഗ്രീലിഷ് നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ലൊരു എമൗണ്ടാണ് സിറ്റി സൈൻ ചെയ്തതും, പക്ഷെ ആ ഒരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അപ്പൊ എവർട്ടനിൽ പോയി പഴയ ഒരു ഗ്രീലിഷിനെ കൊണ്ടുവരാൻ തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒരു ഡീലിനെ മാൻ സിറ്റിയും സമ്മതം മൂലമായിട്ടുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. ബൈബാക്ക് ക്ലോസ് മുതലൂടെ വയ്ക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും ആ ഒരു ഡീൽ എത്രമാത്രം നടക്കുമെന്ന്.
മറ്റൊന്ന് ഇനിഗോ മാർട്ടിനസിന്റെ പേരാണ്. സത്യം ഞാൻ ഞെട്ടിപ്പോയി ആ ഒരു ഇത് കേട്ടപ്പോൾ. കാരണം ബാഴ്സ ഇനിഗോ മാർട്ടിനസ് പോലത്തെ ഒരു താരത്തിനെ വിട്ടുകൊടുക്കാൻ പോകുന്നു. അത് കേൾക്കുന്നത് വെച്ചാൽ ബാഴ്സയുമായിട്ടുള്ള ആ ഒരു കരാർ ടെർമിനേറ്റ് ചെയ്തെന്നാണ് കേൾക്കുന്നത്. അപ്പം അൽ നസറിന് ഒരു പൈസ അങ്ങോട്ട് കൊടുക്കണ്ട. ഇപ്പം കേൾക്കുന്നത് 1 വർഷത്തെ ആ ഒരു ഡീലിനാണ് സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ബാഴ്സ വിൽക്കുന്നു? കാരണം കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ ബാഴ്സയുടെ ക്യാപ്റ്റൻ അല്ലായിരുന്നു ഇനിഗോ മാർട്ടിനസ്. പക്ഷേ ബാഴ്സലോണയെ അദ്ദേഹം ഒരു നല്ലൊരു ലീഡർ ആയിരുന്നു. ആ ബാഴ്സയുടെ ബാക്ക് സൈഡിനെ ഡിഫൻസിനായിരുന്നാലും ബാഴ്സയിലായിരുന്നാലും നല്ലൊരു ലീഡറായിട്ട് കണക്കായിട്ട് ഒരു താരമായിരുന്നു ഇനിഗോ മാർട്ടിനസ്. ഇപ്പം അൽ നസർ സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫീസ് ഇതൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് 2 വാർത്തകൾ എന്ന് വെച്ചാൽ PSG ഇതേപോലെ സബർനെ എന്ന് പറയുന്ന AFC ബോൺമന്തിന്റെ ഡിഫൻഡർ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഉക്രൈനിയൻ ഇന്റർനാഷണലിനെ സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 70 മില്യന്റെ ഫീക്കാണ് സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ ഏകദേശം എഗ്രിമെന്റ് ഒക്കെ ഓക്കെ ആയ സ്ഥിതിയാണ് ഉള്ളത്. മറ്റേത് ഓൾറെഡി തന്നെ ലില്ലി എന്നൊരു ഗോൾ കീപ്പറിനെ PSG സൈൻ ചെയ്തിട്ടുണ്ട്. 40 മില്യന് ഷെവലിയർ എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറിനെയാണ് PSG സൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഡൊണുറാമ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ മടിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പോൾ വരും ദിവസം ഡൊണുറാമയുടെ കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫർ കഥകളൊക്കെ കേൾക്കുന്നത്. വരും ദിവസങ്ങളിൽ എത്രമാത്രം അനക്കം ട്രാൻസ്ഫർ മാറ്റി നടക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. വൺ ഓഫ് ദ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഒന്ന് ബലേബയും ഇസാക്കും തന്നെയാണ് ഇനി വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിലെ നോട്ടപ്പുള്ളിയിൽ എന്ന് വേണം പറയാൻ സാധിക്കാം. അപ്പം പുതിയ വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം.